എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ജനാധിപത്യ സംവിധാനത്തിലെ വോട്ടവകാശം ദുരുപയോഗപ്പെടുത്താനുള്ള CPMൻ്റെ എക്കാലത്തെയും ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിലെ പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലെ നൊച്ചാട് പഞ്ചായത്തിൽ നമ്മൾ കണ്ടത്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മൻസൂറിനെ, ഞങ്ങളുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകനെ നിഷ്ഠൂരമായി തെരഞ്ഞെടുപ്പ് ദിവസം രാത്രി വീട്ടിനകത്ത് കയറി പുറത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് ബോംബെറിഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തിയത്. ആ ഒരു ശ്രമത്തിനാണ് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബൂത്തിലിരുന്നിരുന്ന ഞങ്ങളുടെ പ്രവർത്തകനെ അവൻ്റെ വീടിന് സമീപം വന്ന് വിളിച്ചിറക്കി ആക്രമിച്ചത്. അവനെ ആക്രമിക്കുന്നത് കണ്ട് ബഹളം കേട്ട് നിലവിളി കേട്ട് ഓടിയെത്തിയ സഹപ്രവർത്തകരെയും ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 4 പേരുണ്ടായിരുന്നു. അതിൽ രക്തം വാർന്നൊലിച്ച് കിടന്നിരുന്ന ഈ ആളുകളെ 10-40 ആളുകൾ സംഘം ചേർന്ന് വന്നിട്ടാണ് ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ അവിടെ നിന്ന് എടുത്ത് മാറ്റാനൊന്നും കഴിഞ്ഞില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു പരിക്ക് പറ്റിയവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭരണകക്ഷിയുടെ നിർബന്ധപ്രകാരം ഗുരുതരമായി പരിക്കേറ്റ ആളുകളെ രാവിലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിച്ച് റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ തലക്ക് ശക്തമായ പരിക്കേറ്റ് 8 സ്റ്റിച്ചിട്ട പ്രവർത്തകരുണ്ടായിരുന്നു. കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ടവരുണ്ടായിരുന്നു. അവരെയൊക്കെ ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ ഇറക്കി കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്തു. ഇവർ പറയുന്ന സംഘടനത്തിൽ പരിക്കേറ്റു എന്ന് പറയുന്ന 4 പേരെ കൗണ്ടർ കേസിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ റിമാൻഡിലുണ്ട്. പക്ഷെ അവരെ മൈത്ര ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജുകളിലും ദിവസങ്ങളോളം കിടത്തി ചികിത്സിപ്പിച്ചു. ഗുരുതരമായ ഒരു പരിക്കുമില്ലാതെ കൗണ്ടർ കേസിന് വേണ്ടി മാത്രമായി കേസെടുക്കാൻ വേണ്ടി മൈത്ര ഹോസ്പിറ്റലിലും മെഡിക്കൽ കോളേജിലും ദിവസങ്ങളോളം താമസിപ്പിച്ചു. അതിനുശേഷമാണ് ജയിലിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ തികഞ്ഞ വിവേചനം, ഭരണത്തിൻ്റെ മറവിൽ പ്രതിപക്ഷത്തിന് ശബ്ദിക്കാൻ കഴിയാത്ത, പ്രവർത്തിക്കാൻ കഴിയാത്ത, അവരുടെ ജനാധിപത്യ അവകാശങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഈ കേരള ഭരണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് എന്തൊക്കെ കോലാഹലങ്ങളാണ് CPM നടത്തിയത് എന്ന് നമുക്ക് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വടകര നിയോജക മണ്ഡലത്തിൽ, വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ പരാജയം ഉറപ്പായപ്പോൾ ശ്രമിച്ചത്, ഞങ്ങൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ വോട്ടെണ്ണലിൽ ആരെങ്കിലും ഒരു കൂട്ടി ജയിക്കും. ഇതൊക്കെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ മനുഷ്യരെ തമ്മിൽ ശത്രുക്കളാക്കാൻ, പരസ്പരം വിദ്വേഷം ഉണ്ടാക്കാൻ എന്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്കൊക്കെ ഒരുമിച്ച് ഈ രാജ്യത്ത് ജീവിക്കണ്ടേ? ഈ കേരളത്തിലെ മക്കൾ എന്ന നിലയ്ക്ക് നമുക്കൊക്കെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മാനുഷികമായ സഹകരണവും യോജിപ്പും രഞ്ജിപ്പും ഒക്കെ അനിവാര്യമല്ലേ? അതിന് എന്തൊക്കെ പരാക്രമങ്ങൾ കാണിച്ചിട്ടാണ് മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ കഴിയുക എന്നതാണ് ഇപ്പോൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ചെയ്തികൾ. ഭരണത്തിൻ്റെ നെറുകേടുകൾ കൊണ്ട് ഗതികെട്ട കേരളീയ സമൂഹം പരാജയപ്പെടുത്തും എന്ന് പൂർണ്ണമായും ഉറപ്പായപ്പോഴാണ് മറ്റ് മേഖലകളിലേക്ക് കടന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? വടകരയിൽ കാണിച്ച അധ്വാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒരു അശ്ലീല വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു 4-5 ദിവസം അതുമായി മുന്നോട്ട് പോയി. പിന്നീട് പറഞ്ഞവർ തന്നെ പറഞ്ഞു, അങ്ങനെ വീഡിയോ ഇല്ല, ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളെപ്പോലുള്ള ചാനലുകളുടെ, മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ ചെറിയ തൊലിക്കട്ടിയൊന്നും പോരാ. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ കാഫർ എന്ന പദപ്രയോഗവുമായി വന്നത്. ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് ഇത് പുറത്തു വന്നത് എന്ന് പറഞ്ഞ് വ്യാപകമായ പ്രചാരവേല നടത്തി. മനുഷ്യരെ മതങ്ങളുടെ പേരിലും ജാതിയുടെ പേരിലും തമ്മിലടിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ഉണ്ടായത്. വോട്ട് ചോദിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്കില്ലേ? ഒരു ഗവൺമെൻറ്, രാജ്യം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് വോട്ട് ചോദിക്കുമ്പോൾ അവർക്ക് കഴിഞ്ഞ 8 കൊല്ലക്കാലമായി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക്
കേരളത്തിലുണ്ടായ വികസനങ്ങൾ, ജനങ്ങൾക്കുണ്ടായ ക്ഷേമങ്ങൾ, ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ വോട്ട് ചോദിക്കേണ്ടത്? അതിന് പകരം മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള കുടില തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തി ആളുകളെ ഭീതിപ്പെടുത്തി വോട്ട് നേടാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വ്യക്തമാക്കും. ഒരു കാര്യം കൂടി പറയാം, ഈ കാസറ്റ് ഇറങ്ങിയ സോഷ്യൽ മീഡിയയിലെ ഈ പ്രയോഗം, അത് പറഞ്ഞ കുട്ടി അവൻ്റെ ഫോൺ പൂർണ്ണമായും പോലീസിൽ കൊണ്ട് ഏൽപ്പിച്ചു. പോലീസ് തിരിച്ചും മറിച്ചും അകത്തും പുറത്തുമൊക്കെ 5-6 മണിക്കൂർ സുദീർഘമായി പരിശോധിച്ചിട്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. ഞങ്ങൾ പറയുന്നത്, അദ്ദേഹം കുറ്റവിമുക്തനാണെങ്കിൽ ഇത് ചെയ്ത ഒരാളുണ്ടാവുമല്ലോ, അതെന്താ കണ്ടുപിടിക്കാത്തത്? സൈബർ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ വളരെ പ്രശസ്തമാണ്, കഴിവുള്ളവരാണ് കേരള പോലീസ്. വളരെ പെട്ടെന്ന് അറിയാൻ കഴിയും ഇത് എവിടെ നിന്ന് വന്നു. ഇതാദ്യമായി പോസ്റ്റ് ചെയ്തത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന നേതാവ് ഉൾക്കൊള്ളുന്ന അഡ്മിനന്മാരായ ഒരു ഗ്രൂപ്പിൽ നിന്നാണ്. ആ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിനെ വിളിച്ച് ചോദിച്ചാൽ ഇതാര് ക്രിയേറ്റ് ചെയ്തു, എങ്ങനെ വന്നു, അവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വ്യക്തമാവില്ലേ? എന്തുകൊണ്ട് ഇത്തരം കള്ളത്തരങ്ങൾ, മനുഷ്യരെ തമ്മിലടിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിക്കുന്നില്ല? പോലീസിൻ്റെ അത്തരം ശ്രമങ്ങളിൽ ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ മാറ്റി നിർത്തുകയാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.